ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ നടത്തുന്ന റമദാൻ ഗിസിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാന പത്തിലേക്ക് ഒരുങ്ങുക എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അവസാനത്തെ 10 വരുന്ന സമയത്ത് ആ 10ന് വേണ്ടി ഒരുങ്ങൽ തന്നെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതിലേക്കൊന്ന് ഒരുങ്ങുക എന്നത് തന്നെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 സമാഗതമായാൽ അതിനുവേണ്ടി പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റുൽ അഖീർ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 സമാഗതമായാൽ ശദ്ദ മിഅ്സറഹു, അവിടത്തെ തുണി മുറുക്കി ഉടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി വേറെ ഒരു ഏർപ്പാടുകളിലേക്കും പോകാതെ, വേറെ ഒരു കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാതെ വെറും ഇബാദത്തിന് വേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വ അഹിയ ലൈലഹു, അതിന്റെ രാത്രികളെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുമായിരുന്നു. 27ന്റെ രാവ് മാത്രമല്ല, റമദാൻ അവസാനത്തെ 10 മുഴുവൻ രാത്രികളിലും ഇബാദത്ത് കൊണ്ട് ആ രാത്രിയെ ഹയാത്താക്കുമായിരുന്നു. വ അയ്ഖല അഹ്ലഹു, അവിടുത്തെ കുടുംബത്തെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സജീവമാക്കുമായിരുന്നു. അങ്ങനെ ഒരുങ്ങിയ 10 ദിനരാത്രങ്ങളാണ് റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന്, ഈ ഉമ്മത്തീങ്ങൾക്ക് പ്രത്യേകമായി 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന പവിത്രമായ രാവ് നൽകിയത് റമദാനിന്റെ അവസാനത്തെ 10ലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ രാവ് അല്ലാഹു നൽകിയത് അത് അവസാനത്തെ 10ലാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹ ഇന്നല്ലാഹ തആല വഹബ ലി ഉമ്മത്തി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്റെ സമുദായത്തിന് അല്ലാഹു നൽകി. വലം യുഅ്തിഹ മൻ കാന ഖബ്ലഹും, മുൻ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നൽകാത്ത ലൈലത്തുൽ ഖദ്ർ അല്ലാഹു ഞങ്ങൾക്ക് എന്റെ ഉമ്മത്തീങ്ങൾക്ക് നൽകി. അത് അവസാനത്തെ 10ലായിരുന്നു. ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനത്തെ 10ൽ നിങ്ങൾ അത് പ്രതീക്ഷിക്കണം. ഫഇന്നഹാ വിത്റുൻ, അത് ഒറ്റയിട്ട രാവുകളിലാണ് സംഭവിക്കുക. ഫി 21 21ലും ഔ 23 23ലും ഔ 25 25ലും ഔ 27 27ലും ഔ 29 29ലും നിങ്ങൾ അത് പ്രതീക്ഷിക്കണം. ഈ രാവുകളിലെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ രാവുകളിൽ പ്രതീക്ഷിക്കുകയും മൻ ഖാമഹ ഈമാനൻ വഹ്തിസാബൻ, വളരെ ആഗ്രഹത്തോടുകൂടി അന്ന് ഇബാദത്ത് ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും വരാൻ പോകുന്നതുമായ തെറ്റുകളും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദ്റും അതുപോലെ അവസാനത്തെ 10ൽ പ്രത്യേകമായ ഇബാദത്താണ് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രാവുകൾ ഏതൊക്കെയാണ്? ഹദീസിൽ പറഞ്ഞ, ക്ലാസ്സിൽ പറഞ്ഞ ആ രാവുകൾ മുഴുവനും ആൻസറിൽ എഴുതേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جدد حياة القلب بالقرآن كي تطمئن الروح بالإيمان واتلوه بالآناء